മായമേനോന്റെ കംപ്ലീറ്റ് ആർട്ടിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ഫേഷ്യലാണ്. പപ്പായയുടെ നമുക്കൊരു പപ്പായ ഉണ്ട്, നമ്മുടെ കയ്യിൽ ഒരു പപ്പായ ഉണ്ട്. അപ്പൊ നമുക്കിന്ന് ഈ ഫ്രഷ് ഫേഷ്യൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പപ്പായ, അതുപോലെ അലവേര, അങ്ങനെയുള്ള ഫ്രഷ് ഫേഷ്യൽസ് കുറെ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പപ്പായയുടെ ഗുണങ്ങൾ അറിയാത്തവര് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും അറിയായിരിക്കും പപ്പായയുടെ ഗുണങ്ങൾ. നമുക്ക് സ്കിന്ന് ബ്രൈറ്റനിങ് ആക്കാൻ നല്ലതാണ്, അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് പോവാൻ നല്ലതാണ്, പിമ്പിൾസ് പോവാൻ നല്ലതാണ്, നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന മൃദുകോശങ്ങൾ അകറ്റി സ്കിന്നിനെ ഭയങ്കരമായിട്ട് മൃദുവാക്കാൻ വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പപ്പായക്ക്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് പപ്പായ കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മിൽക്കാണ്. ഇതാണ് ഞാൻ ക്ലെൻസിങ് മിൽക്കായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുപയർ പൊടിയാണ്. ഇവിടെ ഞാൻ ചെറുപയർ പൊടി എടുത്തിട്ടുണ്ട്. റോസ് വാട്ടർ ആയി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രബായിട്ട് ഈ ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് മസാജിങ്ങിന് വേണ്ടത് നമുക്ക് നേരത്തെ എടുത്ത പപ്പായ ഞാനൊന്ന് ഉടച്ചു വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ ഉടച്ചതാണിത്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് വേണ്ടത്. അതുപോലെ ഒരു അലവേരയുടെ ഒരു ചെറിയ പീസ് മതി. അപ്പൊ ഇതാണ് ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മസാജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി പാക്കിന് എന്തൊക്കെ വേണ്ടത് നോക്കാം. പാക്കിന് വേണ്ടത് കുറച്ച് മുൾട്ടാണി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുൾട്ടാണി മിട്ടിയുടെ പൗഡർ കുറച്ച്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പപ്പായയുടെ കുറച്ച് പൾപ്പ് വേണം, പിന്നെ കുറച്ച് കേട്. ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് പാക്കിന് ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് ഫേഷ്യലിലോട്ട് കിടക്കാം. നമുക്കൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആവശ്യമാണ്. അപ്പൊ ഫേഷ്യലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് പപ്പായ ഫേഷ്യൽ. ഇപ്പൊ ഫേഷ്യൽ കണ്ടിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. എന്റെ ഫേസിലുള്ള ഗ്ലോ കാണുന്നില്ലേ, കണ്ടില്ലേ? ചീക്കിന്റെ അവിടെയും അതുപോലെ നെറ്റിയുടെ അവിടെയൊക്കെ ഗ്ലോ കണ്ടില്ലേ? അപ്പൊ ഇത്രയും നല്ല ഗ്ലോ ഉണ്ടായിരിക്കും. അതുപോലെ നല്ല ബ്രൈറ്റനിങ് ആവും. നല്ലൊരു ഫേഷ്യലാണ് പപ്പായ ഫേഷ്യൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.